ഈ കാണുന്നതാണ് പരുമല പള്ളി. ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യനെന്നോ നോക്കാതെ എല്ലാവരും വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലമാണ് പരുമല പള്ളി. പത്തനംതിട്ട ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങളോ ദുഃഖങ്ങളോ വേദനയോ അതോ നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങൾ സാധിക്കാനോ ഉണ്ടെങ്കിൽ പരുമല തിരുമേനിയെ വിളിച്ച് അപേക്ഷിച്ച് കഴിഞ്ഞാൽ ഏതൊരു ആഗ്രഹവും സാധിച്ചു തരും. അത്രയ്ക്ക് ശക്തിയുള്ള ഒരാളാണ് പരുമല തിരുമേനി. ഈ കാണുന്നതാണ് പരിശുദ്ധ പരുമല തിരുമേനി ഉപയോഗിച്ചുകൊണ്ടിരുന്ന കട്ടില്. ആരായിരുന്നു തിരുമേനി എന്നറിയണ്ടേ? ഒട്ടുമിക്ക ആൾക്കാർക്കും പരുമല പള്ളിയെ പറ്റിയും പരുമല തിരുമേനിയെ പറ്റിയും നല്ലപോലെ അറിയായിരിക്കും. അറിയാത്തവർക്കായിട്ട് ഞാൻ പറഞ്ഞുതരാം. മലങ്കര ഓർത്തഡോക്സ് സഭയിലെ ആദ്യത്തെ പരിശുദ്ധനായിരുന്നു ഈ ഒരു പരുമല തിരുമേനി. ജനിച്ചതും വളർന്നതും ഒക്കെ മുളന്തുരുത്തിയിലായിരുന്നു. പിന്നീട് സേവനം അനുഷ്ഠിച്ചതായിരുന്നു പരുമലയിൽ. അങ്ങനെയാണ് പരുമല തിരുമേനി എന്നറിയപ്പെടുന്നത്. ഇവിടെയാണ് പരുമല തിരുമേനി അടക്കിയേക്കുന്നത്. അത്രയ്ക്ക് പരിശുദ്ധനായിരുന്നു ഈ ഒരു പരുമല തിരുമേനി. ജീവിച്ചിരുന്ന കാലത്തെ കുറേ അത്ഭുത പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട്. മരിച്ചതിന് ശേഷമാണെങ്കിലും നമ്മുടെ അടുത്താണെങ്കിൽ പോലും കുറേ അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇവൻ എനിക്ക് തന്നെയാണെങ്കിലും ഞാൻ എന്ത് വിളിച്ചാലും ഞാൻ എന്ത് പ്രാർത്ഥിച്ചാലും എനിക്ക് എന്ത് പ്രയാസങ്ങൾ ഉണ്ടായാലും സന്തോഷം വന്നും ദുഃഖം വന്നാലും ഞാൻ വന്ന് പ്രാർത്ഥിക്കുന്നതും ഞാൻ വിളിക്കുന്ന ഒരു വ്യക്തിയുമാണ് പരുമല തിരുമേനിയും പരുമല പള്ളിയും. എന്നെ മാമോദിസ മുക്കിയത് പോലും ഈ ഒരു പരുമല പള്ളിയിലാണ്. നിങ്ങൾക്കും വിശ്വാസമുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ഇവിടെ വന്നു പ്രാർത്ഥിച്ച് ഈ ഒരു തിരുമേനി എടുത്തൊന്ന് അപേക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഏതൊരു ആഗ്രഹവും സാധിച്ചു വരും. അത്രയ്ക്കൊരു ശക്തിയുള്ള ഒരാളാണ് പരുമല തിരുമേനി. ഈ ഒരു ലൊക്കേഷൻ വരുന്നതെന്ന് വെച്ചാൽ പരുമല പള്ളി എന്ന് പറയുന്നത് പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ മാന്നാറിൻ്റെ അടുത്ത്.